ഇറ്റ്സ് മീ ശ്രീഭാമ SB. മക്കളെ, നിങ്ങളുടെ USS എക്സാമിങ് അടുത്തെത്തി അല്ലേ? ഇനി ദിവസങ്ങളൊന്നും ഇല്ല. നമുക്ക് ഇതാ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ എക്സാമിന്റെ ടൈമാണ്. സോ വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കാൻ പറ്റിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. മക്കൾ എന്ത് ചെയ്യുക? നന്നായി തന്നെ പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. നന്നായിട്ട് ഈ ഒരു സമയം, ഇനി കുറച്ച് ദിവസം കൂടി അല്ലേ നമ്മളൊന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമുള്ളൂ അല്ലേ? സോ നന്നായിട്ടൊന്ന് കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്താ മക്കളെ USS എക്സാം ക്രാക്ക് ചെയ്ത് നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയാം, മിസ്സേ ഞങ്ങൾക്ക് USS എക്സാം ലഭിച്ചു എന്ന് പറയാം. ഓക്കേടാ മക്കളെ. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് സയൻസിലേക്ക് കുറെ ക്വസ്റ്റ്യൻസും ആയിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മക്കളെ. സോ എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചു അതേപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് തറവായിട്ട് പഠിക്കുക. ഇതെല്ലാം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ കോൺഫിഡൻ്റ് ആയിട്ടിരുന്ന ഉറപ്പിച്ച USS നമ്മുടെ കയ്യിലിരിക്കും. റെഡി അല്ലേടാ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഉച്ഛ്വാസവും നിശ്വാസവും ചേരുന്ന പ്രക്രിയ ഏതാണ്? ദ പ്രോസസ് ഇൻ വിച്ച് ഇൻക്ലൂഡ് ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ. രണ്ടും കൂടെ വരുന്നത് ഏതാണ്? ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ദഹനം, റിഫ്ലക്സ് പ്രവർത്തനം. ഏതാണ് മക്കളെ വരാ? ഉച്ഛ്വാസം, നിശ്വാസം, ഇൻസ്പിറേഷൻ, റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് ക്ലിയർ കട്ട് ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. ബ്രീത്തിങ് ആണ്, ശ്വാസോച്ഛ്വാസമാണ് അല്ലെ? നമ്മൾ എന്ത് ചെയ്യുന്നു? ശ്വാസം ഉള്ളിലോട്ട് എടുക്കുന്നു, പുറത്തോട്ട് വിടുന്നു. ഇൻസ്പിറേഷൻ, എക്സ്പിറേഷൻ. സോ രണ്ടും കൂടി ചേർന്നതാണ് നമ്മൾ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. സോ ക്ലിയർ ആയിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ എന്താണ് ഇത് എന്നുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യമാണ്. അതാണ് മിസ് പറഞ്ഞത്. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിച്ചാലും എന്താണ് മാർക്ക് ഉറപ്പിക്കാം. സോ ദ പ്രോസസ് ഓഫ് ഇൻഹേലിംഗ് എയർ ഈസ് കോൾഡ് ഇൻസ്പിറേഷൻ ആൻഡ് ദ പ്രോസസ് ഓഫ് എക്സേലിംഗ് എയർ ഈസ് കോൾഡ് എക്സ്പിറേഷൻ. വായു ഉള്ളിലോട്ട് എടുക്കുന്ന പ്രവർത്തനം നമ്മൾ ഉള്ളിലോട്ട് എടുത്തു, അതാണ് ഉച്ഛ്വാസം എന്ന് പറയുന്നത്. പുറത്തോട്ട് വിട്ടു, അതിനെ നമ്മൾ എന്ത് പറയടാ? നിശ്വാസം, എക്സ്പിറേഷൻ എന്ന് പറയും. സോ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻസ് ആണ്, പഠിച്ചോളാം. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മിസ് പോവാണ്. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? അതിന് മുമ്പ് ഒരു കാര്യം കൂടെ. എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഇൻസ്പിറേഷൻ റെസ്പിറേഷൻ രണ്ടും കൂടെ റെസ്പിറേഷൻ നടക്കുന്നത്, ശ്വാസോച്ഛ്വാസം നടക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിഞ്ഞു വെച്ചോളാം. ഫസ്റ്റ് ഓഫ് ഓൾ നോസ്ട്രിൽ, നമ്മുടെ നാസാദ്വാരമുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നടാ ശ്വാസനാളത്തിലോട്ട്, ട്രക്കിയയിലോട്ട് പോകുന്നു. ട്രക്കിയയിലോട്ട് പോയിട്ട് രണ്ടെണ്ണായിട്ട് തിരിഞ്ഞതാ ബ്രോങ്കി, അതേപോലെ ശ്വസനി എന്ന് നമ്മൾ പറയും. രണ്ട് ശ്വസനികൾ ഇങ്ങനെ മാറി ദെൻ ശ്വാസോച്ഛ്വാസത്തിലോട്ടാണ് അത് എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നത് അല്ലേ? സോ ഇങ്ങനെ പോയി എവിടേക്ക് എത്തുന്നൂടാ? നമ്മുടെ ലങ്സ് ശ്വാസകോശത്തിലോട്ട് എത്തുന്നു. ഇങ്ങനെയാണ് റെസ്പിറേഷൻ. ക്ലിയർ അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? നമ്പർ ഓഫ് ചേമ്പേഴ്സ് ഇൻ ദ ഹ്യൂമൻ ഹാർട്ട്. നമ്മുടെ ഹാർട്ടിലാണ്, നമ്മുടെ ശരീരത്തിന്റെ കേസാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? സോ ഇതെല്ലാം നമ്മൾ ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യമാണ്. 3, 4, 2 നൺ ഓഫ് ദിസ് എബവ്. ഇവയൊന്നുമല്ല അത് എന്നാണോ പറയുന്നത്? അതോ 3, 4, 2 അതിൽ ഏതാണ് ചോദിക്കുന്നത്? നമുക്കറിയാം 4 അറകളാണ് ഉള്ളത് അല്ലേ? ലെഫ്റ്റ് ഓറിക്കൽ, റൈറ്റ് ഓറിക്കൽ, അതേപോലെ ലെഫ്റ്റ് വെൻട്രിക്കൽ, റൈറ്റ് വെൻട്രിക്കൽ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാറുണ്ട്. സോ അത് പഠിച്ചു വെച്ചോളാം. 4 അറകളാണ്. നിങ്ങൾ അതൊന്നും ഇപ്പൊ പഠിക്കേണ്ട, അതൊക്കെ ഹയർ ക്ലാസ്സുകളിലോട്ട് നിങ്ങൾ ഓൾറെഡി പഠിക്കും. ഇപ്പൊ നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ടത് എവിടെയാണ് ഹാർട്ടിന്റെ സ്ഥാനം, അതുപോലെ എത്രയൊക്കെ അറകളുണ്ട് എന്നുള്ള കേസ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അതാ ലെഫ്റ്റ് ഓട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കൽ, റൈറ്റ് ഓട്രിയം, റൈറ്റ് വെൻട്രിക്കൽ എന്നുള്ളത് ആലോചിച്ച് വെക്കുക. അപ്പൊ നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക. നമ്മുടെ ഹൃദയം അല്ലേ, നമ്മളെ പറ്റി പഠിച്ചില്ലെങ്കിൽ നമ്മൾ വേറെ ആരെ പറ്റി പഠിക്കണം മക്കളെ. സോ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളാം. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശുദ്ധജലത്തിന്റെ സ്വഭാവം, നേച്ചർ ഓഫ് ഫ്രഷ് വാട്ടർ എന്താണെന്നാ ചോദിക്കുന്നത്? അസിഡിക്, ന്യൂട്രൽ, സോൾട്ടി, ആൽക്കലൈൻ. നമ്മൾ കുടിക്കുന്ന വെള്ളം ആൽക്കലി സ്വഭാവമാണോ, ആസിഡ് സ്വഭാവമാണോ, അതോ നിർവീര്യ സ്വഭാവമാണോ, അതോ ക്ഷാര സ്വഭാവം അല്ലെങ്കിൽ ലവണ സ്വഭാവം, ഏതാണെന്നാ ചോദിക്കുന്നത്? സോ നമുക്കറിയാം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് നിറം, മണം, രുചി എന്നിവ ഉണ്ടോടാ മക്കളെ? ഇല്ല. ഒരു വികാരവും ഇല്ലാതെ നിർവികാരനായിട്ട് നിൽക്കുന്ന ആയതുകൊണ്ട് നമുക്ക് ന്യൂട്രൽ സൊല്യൂഷൻ ആണ്, നിർവീര്യ സ്വഭാവമാണ് നമ്മുടെ പ്യുവർ വാട്ടറിന്, ശുദ്ധജലത്തിന്, ഫ്രഷ് വാട്ടറിന് നമുക്ക് പറയാൻ പറ്റുന്നു അല്ലേ? അത് നമുക്ക് ആലോചിച്ചറിയാം അല്ലേ? അതുകൊണ്ടാണല്ലോ നമ്മുടെ pH പേപ്പറിൽ 7 ആണ് വാല്യൂ എന്ന് പറയാനുള്ള റീസൺ എന്താണ്? നമുക്കറിയാം അത് നിർവീര്യമാണ്, ന്യൂട്രൽ ആയിട്ടുള്ള ഒരാളാണ്. ക്ലിയർ അല്ലേടാ? സോ pH വാല്യൂ ഇത് എപ്പോഴും പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. pH പേപ്പറിൽ വാല്യൂസിന്റെ കാര്യം പഠിച്ചു വെക്കുക. 7 എത്തിക്കഴിഞ്ഞാൽ അത് ന്യൂട്രൽ ആണ്, ലൈക്ക് എക്സാമ്പിൾ അവർ വാട്ടർ. ദെൻ അത് കഴിഞ്ഞ് മുകളിലോട്ട് പോകുമ്പോൾ 7ൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ ആൽക്കലൈൻ സ്വഭാവം, ആൻഡ് 7ൽ നിന്ന് താഴത്തോട്ട് പോകുമ്പോൾ അസിഡിക് സ്വഭാവം കാണിക്കുന്നു. അപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ആലോചിക്കാൻ മിസ് പറഞ്ഞ ഇവിടെ എണ്ണ നടുവിൽ എഴുതാ,
മറ്റേത് AC. AC, നോ AC എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്? അല്ലോ എന്ന് പറഞ്ഞു. അല്ലോ എന്ന് എന്തെങ്കിലും പഠിച്ചു വെച്ചാൽ വേണമെങ്കിൽ. ഓക്കെ, അപ്പൊ എങ്ങനെ പഠിച്ചു വെക്കാം? ആദ്യം AC, അപ്പൊ നോ എന്ന് പറഞ്ഞു. നോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ എന്താണ്? അല്ലോ എന്ന് പറഞ്ഞു. അല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആൽക്കലി എന്ന് ആലോചിക്കാം. അപ്പൊ AL ഫോർ ആൽക്കലി ആൻഡ് EC ഫോർ അസിഡിക് ആൻഡ് N ഫോർ ന്യൂട്രൽ എന്ന് പഠിച്ചു വെക്കാം. അത് ജസ്റ്റ് മിസ് പറയാൻ വേണ്ടി ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. ക്ലിയർ അല്ലേടാ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ മിസ് പൊക്കോട്ടെ. ഇക്കോളൈ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ജലജന്യ രോഗം ഏത്? വാട്ട് അബൌട്ട് ഡിസീസസ് കോസ്ഡ് ബൈ ഇക്കോളൈ ബാക്ടീരിയ? കോളറ, ഡയേറിയ, ജോണ്ടിസ്, ഡിസെൻട്രി. കോളറ, അതിസാരം, മഞ്ഞപ്പിത്തം, വയറിളക്കം. ഇക്കോളൈ ബാക്ടീരിയ പറ്റുന്ന ഏതാ നമുക്കറിയാം? ഡയേറിയ, വയറിളക്കമാണ് അല്ലെ, ഒരു ജലജന്യ രോഗമാണെന്ന് നമുക്കറിയാം. സോ അതിന് ഒരുപാട് സിംറ്റംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നോക്കി വെച്ചോടാ. വൊമിറ്റിങ്, നോസിയ, ലോ ഫീവർ, ലോസ് അപ്പറ്റൈറ്റ്, അതേപോലെ ഫെറ്റിഗും കാര്യങ്ങളൊക്കെ എന്താണ്? ഇതുമൂലം ഈ ഇക്കോളൈ ബാക്ടീരിയ കൊണ്ടുണ്ടാവുന്ന ചെറിയ സാധനങ്ങളാണല്ലേ. ബാക്ടീരിയ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ടും കാണാൻ പറ്റാത്ത അത്രയും കുഞ്ഞനായിട്ടുള്ള ആളുകളാണ്. ബട്ട് സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? കുടിവെള്ള മലിനീകരണം ഉണ്ടാക്കും. അതിലൂടെ വിസർജ്യ വസ്തുക്കളിലൂടെ ജലത്തിലെത്തുന്ന ഇക്കോളൈ ബാക്ടീരിയ എന്ത് ചെയ്യുന്നടാ? ടൈഫോയിഡ്, കോളറ, ഡിസെൻട്രി, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ, ഡിസെൻട്രി, ജോണ്ടിസ് ഒക്കെ പകർത്താനുള്ള സാധ്യത വളരെ കൂടുതലുള്ള ആളുകളാണ്. രോഗകാരികളായ സൂക്ഷ്മജീവികൾ ജലത്തിൽ വളർന്നു കഴിഞ്ഞാൽ അത് നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് അസുഖം വരും എന്നുള്ളത് പഠിച്ചു വെച്ചോളാം. Diseases spread through water when the diseases cause the microorganism grow in water using. അത് ഡ്രിങ്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തിന് കോസ് ആവുന്നൂടെ മക്കളെ? ഇറ്റ് വിൽ കോസസ് ഫോർ മെനി ഡിസീസസ്. അപ്പൊ പഠിച്ചു വെച്ചോളാം. ഇമ്പോർട്ടൻ്റ് ആണ്. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാമാണെന്നുള്ളതും നിങ്ങൾ പഠിച്ചു വെക്കുക. വാട്ടർ ബോൺ ഡിസീസസ് ഏതെല്ലാമാണെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? സോ വളരെ കുറച്ച് സമയം കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മിസ് പറഞ്ഞല്ലേ. ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളായിട്ടൊക്കെ നമ്മൾ വരും. സോ ഡോണ്ട് വറി, നമുക്ക് അടിപൊളിയായിട്ട് തന്നെ പഠിക്കണം. സോ എല്ലാവരും USS എക്സാം ക്രാക്ക് ചെയ്യണം. അപ്പൊ എല്ലാ മക്കൾക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അടിപൊളിയാക്കാം.